ഹലോ, ഇന്ന് കുറച്ച് എരിവും പുളിയും മധുരമുള്ള ഒരു കട്ട്ലറ്റിൻ്റെ റെസിപ്പി കണ്ടാലോ? അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരാപ്പിളും ഒരു ഏത്തപ്പഴമാണ് കേട്ടോ. അത്യാവശ്യം നല്ലതുപോലെ പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കളർ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ നമ്മൾ ആപ്പിൾ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഏത്തപ്പഴം രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് മാഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചേർക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. 2 ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചെടുക്കുക. ഉപ്പില്ലാതെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ആ ഒരു വീഡിയോ ഞാൻ മിസ്സായിപ്പോയി. എന്നിട്ട് ഉരുളക്കിഴങ്ങും ഇതിലേക്ക് ഇട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങും ഏത്തപ്പഴവും നല്ലതുപോലെ മാഷ് ചെയ്തെടുക്കുക. ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് മസാല നമുക്ക് തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു പാൻ എടുക്കുക. പാൻ എടുത്തിട്ട് അതിലേക്ക് 2 വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചിയൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. കൂടാതെ തന്നെ നമുക്ക് എരിവിന് വേണ്ടിയുള്ള പച്ചമുളക് 2 വലിയ പച്ചമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒന്ന് വഴണ്ടി വരട്ടെ. അപ്പോൾ ഇത് ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിളും കൂടി ഇട്ട് കൊടുക്കാം. ആപ്പിൾ നമുക്കൊന്ന് പകുതി കുക്കായി കിട്ടണം കേട്ടോ. ഒരുപാട് അങ്ങ് കുക്കായി പോകണ്ട, ഒരു പകുതി കുക്കായി വരണം. അപ്പോൾ ആപ്പിളൊക്കെ നല്ലതുപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓവറായിട്ടല്ല, പകുതി കുക്കായിട്ട് വന്നിട്ട് ഇങ്ങനെ നമ്മൾ ആ സ്പൂൺ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് പ്രസ്സായി പോകുന്നുണ്ടെങ്കിൽ അത് കുക്കായിട്ടുണ്ടെന്നാണ് കേട്ടോ അർത്ഥം. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെയും പൊട്ടറ്റോയുടെയും മിക്സാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് നേരം നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഇതിലേക്ക് നമ്മളിനി പൊടികൾ ചേർക്കുകയാണ്. ഇതിന് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ഇട്ട് കൊടുത്തത് മല്ലിയിലയാണ്. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് കറിവേപ്പിലയായാലും ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു ഇല ഇഷ്ടമില്ലെങ്കിൽ ഒന്നും ചേർക്കേണ്ട. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടും കൂടെ ഒരു 2 മിനിറ്റ് നേരം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഇനി അതൊക്കെ ഒന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. മൈദയ്ക്കകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇതേപോലെ ഇങ്ങനെ ലൂസ് കൺസിസ്റ്റൻസിയിൽ നമുക്കൊന്ന് കലക്കിയെടുക്കണം. ഇനി ഈ മൈദ ഇഷ്ടമല്ലെങ്കിൽ മുട്ടയായാലും മതി കേട്ടോ. മുട്ടയിൽ അല്പം ഉപ്പും ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ കട്ട്ലറ്റിൻ്റെ ഷേപ്പായിട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ബാറ്ററിലേക്ക് മുക്കുക. പിന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നത് ബ്രെഡ് ക്രംസ് ഇല്ലേ, സാധാ നമ്മൾ ബ്രെഡ് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇത്. അതല്ല നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ക്രംസ് ആയിട്ട് ഉണ്ടെങ്കിൽ അതായാലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം എടുത്ത് നമ്മുടെ ബ്രെഡ് ക്രംസ് എല്ലായിടത്തും ഒന്ന് പിടിപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നല്ല ചൂട് എണ്ണയിലിട്ട് വറുത്ത് കോരുകയാണ് ചെയ്യേണ്ടത്. മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്ത് കോരുക കേട്ടോ. നല്ലതുപോലെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് അന്നേരം തന്നെ നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കാൻ പാടില്ല. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഈ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ യെല്ലോയിഷ് കളറാവുന്ന സമയത്ത് ഒന്ന് അനക്കി കൊടുക്കുക. ഇതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു സൈഡ് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതേപോലെ 2 സൈഡും നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല കേട്ടോ ഈ ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മധുരവും പുളിയും എരിവും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ റെസിപ്പി എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെയുള്ളവരാണ് എങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇപ്പോൾ 2 സൈഡും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയാണ്. കാണുന്ന ഭംഗി മാത്രമല്ല, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. എനിക്കിഷ്ടമാണ് ഇങ്ങനെ പുളിയും മധുരവും എരിയൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ കട്ട്ലറ്റ്. നമ്മുടെ പഴവും ആപ്പിളും വെച്ചിട്ടുള്ളൊരു സ്വീറ്റ് ആൻഡ് സ്പൈസി കട്ട്ലറ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താ ചെയ്യുക, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.